നമുക്കറിയാം തൃശ്ശൂരിന്റെ സ്വന്തം MLA ആയിരുന്നു, നമ്മുടെ സംസ്ഥാനത്തിന്റെ കാർഷിക വകുപ്പ് മന്ത്രിയായിരുന്നു. യെസ്, വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് സുനിച്ചേട്ട എന്ന് വിളിക്കാവുന്ന അത്രയും സ്നേഹത്തോടുകൂടി നമുക്ക് അടുപ്പമുള്ള TCVക്ക് അടുപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് VS സുനിൽകുമാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ ഒരു ആഘോഷമുണ്ടെങ്കിൽ സുനിലേട്ടന്റെ ചിരി അതിലില്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല എന്നത് ഉറപ്പാണ്. ആ ചിരി അതെ, എത്രത്തോളം എൻജോയ് ചെയ്തു? എങ്ങനെയാണ് കലോത്സവം? നമ്മള് 2018 ഇവിടെ നടന്നപ്പോൾ ഞാനിതിൻ്റെ ചെയർമാനായിരുന്നു. അപ്പം അന്ന് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലായിടത്തും ഇതിൻ്റെ സംഘാടകനായിട്ട് നിൽക്കുമ്പോഴുള്ള എല്ലാ പ്രയാസമുണ്ട്. ഇപ്പം അങ്ങനെ ഒരു സെമി സംഘാടകൻ മാത്രമേ ഉള്ളൂ. എങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജൻ മിനിസ്റ്ററും പിന്നെ ശിവൻകുട്ടിയേട്ടനും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഇൻവോൾവ്മെൻ്റാണ്. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എല്ലാ സ്ഥലത്തുനിന്നും കറങ്ങി എല്ലാം കാണാനൊക്കെ ഉള്ളൊരു കുറച്ചൊന്ന് റിലാക്സ്ഡ് ആണ്. എങ്കിലും തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന എല്ലാ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചും ഇതിൻ്റെ സംഘാടകരാണ് എല്ലാവരും. നമ്മൾ ഗസ്റ്റുകളല്ല. TCV ഉൾപ്പെടെ TCV നിങ്ങൾ ഒരിക്കലും സംഘാടകരല്ല, പിന്നെ അതിഥികളല്ല. ഇവിടുത്തെ മറ്റു ചാനലുകാരൊക്കെ അതിഥികളാണ്. നമ്മൾ തൃശ്ശൂർക്കാരുടെ സ്വന്തം ചാനലായിട്ടുള്ള TCV അത് ഇവിടുത്തെ എല്ലാവരും നല്ലൊരു കയ്യടി ഉണ്ടോ? നമ്മുടെ സ്വന്തം ചാനൽ TCV എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരുടെ ചാനലാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2018 ഇപ്പോൾ 2026 ഇത് വരുമ്പോഴും ഗംഭീരമായ കവറേജ് കൊടുക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അവിടെ നടക്കുന്നേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇവിടെയാണ്. അതിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിലിരിക്കുന്ന ഒരുത്തനെ നിങ്ങൾ വീട്ടിലിരുത്തില്ല, എല്ലാവരും ഇവിടേക്ക് വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു 25 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത, അത് പത്രത്തിൽ കൂടെ വായിച്ചിട്ട് നമ്മൾ പിറ്റേഴ്സ് അറിയുന്ന. ഇപ്പം അങ്ങനെയല്ല, ലൈവായിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ പരിപാടികളും ഒക്കെ ആളുകൾ ലൈവായി ആസ്വദിക്കുമ്പോൾ ഇവിടെ വന്ന് കാണാനുള്ളൊരു ത്വര ആളുകൾക്ക് ഉണ്ടാവും. ആളിവിടെ വരികയാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറ്റിയ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലാമാമാങ്കം എന്നൊക്കെ പറയുന്ന ഇവിടെ വരുന്ന കുട്ടികളാണ് നാളെ നമ്മുടെ കേരളത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ആഘോഷത്തിൽ തിമിർപ്പിൽ പ്രത്യേകിച്ച് ജെൻസി ആയതുകൊണ്ട് ആ വേവ് ലെങ്ത്തിൽ നമുക്ക് എത്താൻ പറ്റില്ല. എന്നാലും നമ്മളവരുടെ കൂടെയാണ് എല്ലാ കാര്യത്തിലും. തീർച്ചയായിട്ടും. ഒപ്പം കലോത്സവത്തിൽ പങ്കെടുത്തതിൻ്റെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഓർമ്മകൾ? അല്ല, ഞാൻ ഈ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് സ്കൂളിലൊന്നും പങ്കെടുത്തില്ല ആളല്ല. പക്ഷേ വളരെ മുമ്പ് ഇവിടെ നടന്ന കലോത്സവത്തിലും ഇവിടെ 2-3 കലോത്സവം, 4ാമത്തെ കലോത്സവം ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. ഏതാണ് ഈ ഇഷ്ടമുള്ള ഒരു ഐറ്റം? അതില് പല ഐറ്റംസ് ഉണ്ട്. അതില് നമ്മളേറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നാടകം. പിന്നെ വരുന്നത് ഈ ഗ്രൂപ്പ് നാടോടി നൃത്തം ഉണ്ടല്ലോ, വളരെ കളർഫുൾ ആയിട്ടുള്ള നാടോടി സംഘനൃത്തം. പിന്നെ മോണാക്റ്റും മിമിക്രിയാണ് കൂടുതലായിട്ടും കാണുന്ന ഐറ്റംസ്. പക്ഷെ ഇതൊന്നുമല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ അന്യം നിന്ന് പോകുമായിരുന്ന പല കലാരൂപങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ചവിട്ട് നാടകമാണെങ്കിലും മാർഗം കളിയാണെങ്കിലും പലതരത്തിലുള്ള പിന്നെ പ്രാചീന കലാരൂപങ്ങൾ, ഗോത്ര കലാരൂപങ്ങളൊന്നും മൺമറഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം ആ തലമുറയോട് അവസരം കിട്ടില്ല, നമുക്ക് കാണാനല്ല, അത് ഉണ്ടാവില്ല. ഇപ്പോൾ ഈ കുട്ടികളുടെ ഈ ഐറ്റംസ് ആയിട്ട് വന്നതോടുകൂടി അത് പ്രാക്ടീസ് ചെയ്യാനും അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനും അത് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് ആൾക്കാർ ജനറേഷൻ വരുന്നു എന്നുള്ളത് ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു പിന്നെ പ്രാധാന്യം എന്ന് പറയുന്നത് അതും കൂടിയാണ്. എല്ലാതരം കലകളെയും നമ്മൾ വീണ്ടും ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു, അതിനെ ലൈവായി ഇവിടെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു. പുതിയ തലമുറ അതിനെപ്പറ്റി പഠിക്കുന്നു. അപ്പോൾ ഞാനവിടെ അപ്പോൾ അതുപോലെ ഈ പണിയരുടെ നൃത്തം എന്നൊക്കെ പറയുന്ന പരിപാടികൾ, മലപ്പലയാട്ടം, അങ്ങനെയുള്ള പലതരത്തിലുള്ള പിന്നെ മാപ്പിള കലാരൂപങ്ങളും ഇതൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നതും ചിലതില്ലാണ്ടായതുമൊക്കെയായിട്ടുള്ള കലാരൂപങ്ങളാണ്. അതൊക്കെ നമുക്കിപ്പോൾ ഞാനപ്പോൾ അവിടെ ചവിട്ട് നാടകം കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ചവിട്ട് നാടകമൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചി ഭാഗത്തൊക്കെ മാത്രമായിട്ട് ഒതുങ്ങി പോയൊരു ചവിട്ട് പരിപാടിയാണ്. അതൊക്കെ തിരിച്ചു വന്നല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഈ നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് മത്സരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ ആ വേദിയിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടാവുക. എല്ലാവരും നമ്മളുണ്ടാവും. പിന്നെ കുട്ടികളിൽ പങ്കെടുക്കും. പിന്നെ രക്ഷകർത്താക്കൾ ആവശ്യമില്ലാണ്ട് ഇടപെടാണ്ടിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. പിന്നെ അവരുടെ
മനസ്സിൽ കയറി വേറെ ഒരു വികാരം ഉണ്ടാക്കി കൊടുക്കാതെ. എല്ലാവർക്കും ഒന്നാമനാവാൻ പറ്റില്ല, അവസരം പെർഫോം ചെയ്യാനുള്ള വേദി ഒരുക്കുക. അതിന് ഒന്നാമനായിട്ടുള്ള എല്ലാവരും ഇപ്പം പല കലാകാരന്മാരും ഒരു യൂത്ത് ഫെസ്റ്റിവലും പങ്കെടുക്കാത്ത എത്രയോ കലാകാരന്മാർ നമ്മുടെ കലാരംഗത്തുണ്ട്. ഒരു യൂത്ത് ഫെസ്റ്റിവലും പങ്കെടുക്കാത്തവരുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ പങ്കെടുത്തിട്ടൊരു സമ്മാനം കിട്ടാത്ത ആളുകൾ ലോകത്തിലെ പ്രതിഭകളായിട്ട് മാറിയിട്ടുണ്ട്. ഒന്നാം സമ്മാനം കിട്ടിയ പലരും പിന്നീട് യവനയ്ക്ക് പിന്നിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വരിക, പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിന് ആശങ്കപ്പെടേണ്ട കാര്യം. അതെ, തീർച്ചയായിട്ടും പങ്കെടുക്കുന്നതിലാണ് നമ്മുടെ ലഹരി കണ്ടെത്തേണ്ടത്, അല്ലാതെ ഒന്നാമതെത്തുന്നതിലോ രണ്ടാമതെത്തുന്നതിലോ അല്ല. ഇത്രയും മനോഹരമായ, ഇത്രയും പ്രൗഢമായ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വേദിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നു എന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നാണ് പ്രിയപ്പെട്ട നമ്മളിവിടെ പ്രധാന വേദിയാണ്. ഇതാണ് ഞങ്ങൾ ശരിക്കും പ്രധാന വേദി. കാരണം എന്താണെന്നറിയോ, അത്രയും ആളുകൾ ഇങ്ങനെ പെൻഡിങ് ആണ്.